أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവരെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ചില സൂറത്തുകൾക്ക് ചില പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് നല്ലതാണ് എന്നൊക്കെ ഉലമാക്കൾ, പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായ ചില ഹദീസുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിന് 114 സൂറത്തുകളിൽ അതിനുള്ള പ്രാധാന്യമാണ്. അത് വേറെ തന്നെ ഒരു ഖുത്ബയിലൂടെ വിശദീകരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആയത്തുദ്ദൈൻ ഏറ്റവും വലിയ ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ. ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണമാണ് എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരായത്താണ് ആയത്തുദ്ദൈൻ. കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു പേജ് തന്നെയാണ്, അത്ര വലിപ്പമുള്ള ആയത്താണ്, ഒറ്റ ആയത്താണ്. പക്ഷെ ഒരു പേജാണ് അതിൻ്റെ വലിപ്പം, നീളമുള്ള ആയത്താണ്. അത്വലു ആയത്തിൻ ഫിൽ ഖുർആനിൽ കരീം എന്നാണ്, ഏറ്റവും നീളമുള്ള ആയത്താണ്. ആ ആയത്തുദ്ദൈൻ എന്താ അത്രയും ഒരു പേജ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ മാത്രം എന്താ കടപടപാടിൽ, ഇത് വേറെ തന്നെ പറയേണ്ട വിഷയമാണ്. അപ്പൊ ചില ആയത്തുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് ആയത്തുൽ കുർസി. ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്ത് ആയത്തുൽ കുർസി. നേർക്ക് നേരെ മലയാളത്തിൽ അതിന്റെ പരിഭാഷ പറയുമ്പോൾ കസേരയുടെ ആയത്ത് എന്നാണ്. കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നാണ് അർത്ഥം. അപ്പൊ കസേരയുടെ ആയത്ത് എന്താ? അങ്ങനെ ഒരു ആയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരും. യഥാർത്ഥത്തിൽ ഈ കുർസി എന്ന ഈ പദം അറബി ഭാഷയിലൊക്കെ അത് അതിൻ്റെ അധികാരം ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ആളുകളൊക്കെ കസേര കളി തുടങ്ങും. പല ആളുകളും നേരത്തെ തന്നെ വേഷം കെട്ടി കസേര ഉറപ്പിക്കുവാനുള്ള എല്ലാ പണിയും ചെയ്യും. എന്താ കസേര ഉറപ്പിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അധികാരം ഉറപ്പിച്ചു എന്നാണ് അർത്ഥം. തൻ്റെ അധികാരം ഉറപ്പിച്ചു. അപ്പൊ അധികാരം എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ കുർസി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആയത്തുൽ കുർസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അധികാരത്തെ സംബന്ധിച്ച്, അവന്റെ മഹത്വത്തെ സംബന്ധിച്ച്, അവന്റെ വലിപ്പത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ആയത്തിന് ആയത്തുൽ കുർസി എന്ന പേര് വന്നത് എന്ന് കാണുവാൻ സാധിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലികുല്ലി ഷൈഇൻ സനാം, ഏതൊരു വസ്തുവിനും ഒരു പ്രധാന ഭാഗമുണ്ടാവും. വഇന്ന സനാമൽ ഖുർആനി സൂറത്തുൽ ബഖറ, പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം? വഫീഹ ആയത്തുൻ, അതിലൊരായത്തുണ്ട്, ഹിയ സയ്യിദത്തു ആയിൽ ഖുർആനി, അത് ഖുർആനിലെ ആയത്തുകളുടെ നേതാവാണ് ആയത്ത്. ഹിയ ആയത്തുൽ കുർസി, അത് ആയത്തുൽ കുർസിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വലിയ പ്രാധാന്യമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. നമ്മളൊക്കെ ആയത്തുൽ കുർസിയുടെ പ്രത്യേകമായ ഒരു ചിത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിം അതൊക്കെ റെഡിയാക്കി വീട്ടിന്റെ മുമ്പിൽ സിറ്റ് ഔട്ടിൽ വെക്കും. വണ്ടിയിലൊക്കെ മുസ്ലിം സമുദായത്തിലെ ആളുകളൊക്കെ വണ്ടിയിൽ കെട്ടിത്തൂക്കിയിടും ആയത്തുൽ കുർസി. അപ്പൊ കെട്ടിത്തൂക്കി ഇടുവാനും ചുമരിൽ ചാരി വെക്കുവാനും ഒട്ടിച്ചു വെക്കുവാനും ഒക്കെയുള്ള ആയത്തായിട്ട് ആയത്തുൽ കുർസിനെ നമ്മുടെ സമുദായം മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് എന്താണ് ആയത്തുൽ കുർസി? ആയത്തുൽ കുർസി മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്? എന്തുകൊണ്ടാണ് ആ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ആയിരക്കണക്കിന് വരുന്ന ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തായി മാറുവാൻ എന്താണ് കാരണം? ഇതൊക്കെയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക ചിന്തകനും പണ്ഡിതനും ഫഖീഹും ഒക്കെയായ അദ്ദക്തൂർ മുഹമ്മദ് അലി സ്വല്ലാബി അദ്ദേഹം ആയത്തുൽ കുർസിയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹിയ അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹി തആല, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്വമായ ആയത്താണ് ഈ ആയത്ത്. ഇത് കുല്ലു മാ ഫീഹാ മുതഅല്ലഖുൻ ബിദ്ദാത്തിൽ ഇലാഹിയ്യ, ഈ ആയത്തുൽ കുർസി അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർത്തമാനമാണ് പറയുന്നത്. ആരാണ് അല്ലാഹു എന്ന് പഠിപ്പിച്ചിരാണ്. ഞാനും നിങ്ങളും 5 സമയവും അള്ളാഹുവിന്റെ വിളി കേട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. വെള്ളിയാഴ്ച ദിവസം അവന്റെ മാത്രം വിളി കേട്ടുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്നു. ഈ വിളിക്കുന്നവൻ ആരാണ്? ആരുടെ മുമ്പിലാണ് ഞാനും നിങ്ങളും കൈകെട്ടി നിൽക്കുന്നത്? ആ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ വിശദീകരണം നൽകുന്ന ആയത്താണ് ആയത്തുൽ കുർസി. ഫഹാദിഹിൽ ആയത്തു തംലഉൽ ഖൽബ മഹാബത്തല്ലാഹി വഅദ്മതഹു, ഈ ആയത്ത് മുസ്ലിം സമുദായത്തിന്റെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഒരു ഗാംഭീര്യം ഉണ്ടാക്കിയെടുക്കുമെന്നാണ്. അവരുടെ മനസ്സിൽ ഇത് നിറയ്ക്കും. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ മനസ്സൊന്ന് പെടക്കണമെന്നാണ്. വജിലത് ഖുലൂബുഹും, ഹൃദയമൊന്ന് പ്രകമ്പനം കൊള്ളണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആയത്തുൽ കുർസി ഒരാൾ പാരായണം ചെയ്യേണ്ടവണ്ണം പാരായണം ചെയ്താൽ, അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് പാരായണം ചെയ്താൽ സ്വാഭാവികമായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഗംഭീരമായ വിചാരം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദ് അലി സ്വല്ലാബി പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അള്ളാഹുവിന്റെ അത്യുത്കൃഷ്ടങ്ങളായ പല നാമങ്ങളും മഹൽ ഗുണങ്ങളും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ ആയത്ത് സർവ ബഹുദൈവത്വ സങ്കല്പങ്ങളുടെയും അതേപോലെ തന്നെ ത്രിയേകത്വത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും അടിവേരറുക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി. നമ്മൾ ഇങ്ങനെ കടന്നുറങ്ങുമ്പോ സാധുര ഉറക്കം വരുമ്പോ ഓതുന്ന ഒരു ആയത്താക്കി ആയത്തുൽ കുർസിയെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഓതണം. പക്ഷെ ആയത്തുൽ കുർസി സകലവിധ ബഹുദൈവത്വ സങ്കല്പങ്ങളുടെയും ട്രിനിറ്റിയുടെയും ത്രിയേകത്വത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും അടിവേരറുക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി. മുസ്ലിം സമൂഹം അങ്ങനെയാണ് ആയത്തുൽ കുർസിയെ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിൽ 10 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആയത്തുൽ കുർസിയിൽ. ഒന്ന്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്നാണ്. വല്ലാത്ത വർത്തമാനമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ഇസ്ലാമിന്റെ വളരെ പ്രധാനമായ ആദർശവാക്യമാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും അലർജി ഉണ്ടാവും, പലർക്കും സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ലോകാടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ യഹൂദികളും ക്രൈസ്തവരും ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളും ഈ ത്രിമൂർത്തികൾ
ഈ 3 അച്ചുതണ്ടുകൾ ലോകത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിശുദ്ധ ഖുർആനെയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി എന്താണ്? അള്ളാഹു ആരാ എന്ന് പഠിപ്പിച്ചില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ലോകത്ത് ഈ ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയതും കൊണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നത് കൊണ്ടുമാണ് ഈ പറയുന്ന 3 കൂട്ടരും ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളികളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഗസയിൽ 1.5 വർഷം കൊണ്ട് തകർക്കപ്പെട്ട പള്ളികളുടെ എണ്ണം 700 ചില്ലാനമാണ്. ക്രൈസ്തവ സമൂഹത്തിന് അവർക്ക് എവിടെയൊക്കെ ആധിപത്യം ലഭിച്ചിട്ടുണ്ടോ, പഴയ കാലഘട്ടത്തിൽ നടന്ന കുരിശ് യുദ്ധത്തിന്റെ ഒക്കെ സന്ദർഭങ്ങളിൽ അവർ ചെയ്തതും പള്ളികൾ തകർക്കലായിരുന്നു. ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ തകർത്തുകൊണ്ടിരിക്കുന്നതും പള്ളികൾ തന്നെയാണ്. വഖഫ് ഭേദഗതി നിയമം നടപ്പിൽ വരുത്തുന്നതിന്റെ പിന്നിലുള്ള ശക്തമായ ഗൂഢാലോചനയും മുസ്ലിം സമുദായത്തിന്റെ വഖഫ് സ്വത്തുക്കൾ, ഭൂമി മാത്രം തട്ടിയെടുക്കലല്ല, ആരാധനാലയങ്ങൾ കൂടി നശിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം. നിയമം മുഖേന നശിപ്പിക്കുക, ഇതാണ് അവരുടെ ഉദ്ദേശം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നു. വ അന്നൽ മസാജിദ്, എന്തുകൊണ്ടാ ഇവരൊക്കെ പള്ളികൾ ലക്ഷ്യം വെക്കുന്നത്? വ അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ ആ പള്ളിയിൽ അള്ളാഹുവിനെ കൂടാതെ വേറെ ഒരാളെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, വിളിച്ചു പ്രാർത്ഥിക്കരുത്. പള്ളി അള്ളാഹുവിനുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാം. ഈ ത്രിമൂർത്തികൾക്കറിയാം. ഈ 3 ഇസ്ലാമിന്റെ ശത്രു, ഈ അച്ചുതണ്ടുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയാൽ, ചാൻസ് കിട്ടിയാൽ ആദ്യം ഇവർ തകർക്കുക അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. ഇവിടെയാണ് പ്രപഞ്ചത്തിലെ മലക്കുകൾ, പ്രവാചകന്മാർ, മറ്റ് മനുഷ്യർ, വിഗ്രഹങ്ങൾ, പ്രകൃതി ശക്തികൾ, ഇങ്ങനെയുള്ള അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഒരിക്കലും ഒരു മുസ്ലിം ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, ആരാധിക്കാൻ പറ്റുകയില്ല. ഇതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു മാത്രമാണ് ഇലാഹ്. ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ അടിയുറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാളെയും ഭയം ഉണ്ടാവൂല. അതിനൊക്കെ തെളിവ് നമ്മുടെ ജീവിക്കുന്ന ലോകത്തുണ്ട്. പൗരത്വ സമരം നടന്ന സന്ദർഭത്തിൽ ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളിൽ നിന്ന് സംഘ് പരിവാറിനെതിരിൽ മുദ്രാവാക്യം വിളിച്ചു. മുമ്പ് പറഞ്ഞ ഓർമ്മല്ല, മുദ്രാവാക്യം വിളിച്ചു. ആ സന്ദർഭത്തിൽ ഈ പെൺകുട്ടികളെ പോലീസ് ലാത്തി കൊണ്ടടിക്കാൻ, 19-20 വയസ്സുള്ള പെൺകുട്ടികളാണ്. അവർ നെഞ്ച് വിരിച്ചുകൊണ്ട് ഡൽഹി പോലീസിനെതിരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കാം, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ സന്ദർഭത്തിൽ ഈ പെൺകുട്ടികൾക്ക് അടികിട്ടി ലോകം മൊത്തം അത് കണ്ടു, ചർച്ചയായി. ഈ സന്ദർഭത്തിൽ ഈ പെൺകുട്ടികളുടെ ഈ ധീരത കണ്ടുകൊണ്ട് എന്താണ് ഇവരുടെ ധീരതയ്ക്ക് കാരണമെന്ന് അറിയുവാൻ വേണ്ടി ഡൽഹിയിലെ ജേണൽ എന്ന് പറയുന്ന ഒരു പത്രം, അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ പെൺകുട്ടികൾ വന്നുകൊണ്ട് ഇന്റർവ്യൂ നടത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പോലീസുകാരുടെ വലിയ, സാധാരണ കേരള പോലീസുകാരെ ലാത്തിയെന്നല്ല, അവരുടെ ലാത്തി എന്ന് പറയുന്നത്, അത് ഭയങ്കര ലാത്തിയാണ്. ആ ലാത്തിയുടെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യത്തോടു കൂടി നിൽക്കുവാൻ കഴിയുന്നത് എന്ന് ഈ പെൺകുട്ടികളോട് ഈ പത്രത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ഏകനായ അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത് എന്നാണ്. ഞങ്ങൾ ഏകനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. ഇത് നമുക്ക് ധീരത പ്രദാനം ചെയ്യും. ദാർശനിക കവിയായ അല്ലാമ ഇഖ്ബാൽ മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചു, ये एक सजदा जिसे तू गिरान समझता है, हजार सजदे से देता है आदमी को नजात. മനുഷ്യ, നീ മറ്റുള്ള വിഗ്രഹത്തിന്റെ മുമ്പിലും മറ്റുള്ള ആൾ ദൈവങ്ങളുടെ മുമ്പിലും കടത്തിവെച്ച വിഗ്രഹങ്ങളുടെ മുമ്പിലും നിവർത്തിവെച്ച വിഗ്രഹങ്ങളുടെ മുമ്പിലും ഒക്കെ തലകുനിക്കുന്ന ആ സുജൂദുണ്ടല്ലോ, ആ സുജൂദിനേക്കാൾ ഏറ്റവും ഉത്തമം അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദാണ് എന്ന് പഠിപ്പിച്ചു. ഇതാണ് ഫാത്തിമ റന്ന, ആയിഷ റന്ന ഇവരൊക്കെ പറഞ്ഞത്.
ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലാണ്, ഏകനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞങ്ങൾ സുജൂദ് ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. തീർന്നില്ല, അൽ ഹയ്യുൽ ഖയ്യൂം. ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിഷയം ആരാണ്? അല്ലാഹ്. നിസ്സാരക്കാരനല്ല അല്ലാഹ്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്നാ പഠിപ്പിക്കുന്നത്. അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. എന്താ എന്നെന്നും ജീവിക്കുന്നത്? മരണല്ല. അൽ ഖയ്യൂമാണവൻ. ഈ പ്രപഞ്ചമാകുന്ന വലിയ സംവിധാനത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അറബി ഭാഷയിലെ ഒരു സ്ഥാപനത്തിനൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഖയ്യിം എന്നൊക്കെ പറയും. ഉത്തരേന്ത്യക്കാരും ഖയ്യിം എന്ന് ഉപയോഗിക്കും. ഖയ്യിമെ ജമാഅത്ത് എന്നൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. സംഘടനയുടെ നേതാവിന് സെക്രട്ടറിക്ക് ഖയ്യിം എന്ന് ഉപയോഗിക്കാറുണ്ട്. ഉറുദു ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഖയ്യിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖയ്യൂമാണ്. നമ്മൾ നമ്മുടെയൊക്കെ മക്കൾക്കൊക്കെ പണ്ടൊക്കെ പേരിട്ട്, ഇപ്പം ആരും പേര് ഖയ്യൂം എന്നൊക്കെ പേരിട്ടിരുന്നു. ഖയ്യൂമേ ഖയ്യൂമേ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച് അതിന്റെ മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽ ഹയ്യു അൽ ഖയ്യൂം. ഇവിടെയാണ് ഈ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന ഈ സംഗതിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അൽ ഹയ്യു അൽ ഖയ്യൂം ചേർത്ത് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെ ആകുമ്പോ എന്താ ഗുണം? അൽ ഹയ്യു അൽ ഖയ്യൂം, ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പദമാണ്. അപ്പൊ യാ ഹയ്യു യാ ഖയ്യൂം, എന്നിട്ട് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്ന് തട്ടുകയില്ല എന്നാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് അള്ളാഹുവിന് ആ പദം. ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെ വീട് നിർമ്മിക്കുന്ന സമയത്ത് മഴ ഇങ്ങനെ മെയിൻ വാർപ്പിന്റെ സമയമാണ്. ആ സമയത്ത് മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കണം, എല്ലാം കലക്കിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ കട്ടുന്ന പിടയ്ക്കാണ്. മഴ അങ്ങ് പെയ്താൽ എല്ലാം സാമ്പത്തിക നഷ്ടമായിരിക്കും സംഭവിക്കുക. ഞാൻ എൻ്റെ റബ്ബിനോട്, പടച്ചവനോട് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് സമയത്തേക്ക് മഴ ഒന്ന് മാറ്റിക്കൊണ്ട റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. യാ ഹയ്യു യാ ഖയ്യൂം, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും മുസ്ലിം സമുദായത്തിലെ ഓരോരുത്തരും ഈ പദം ചേർത്ത് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ്. ആ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല എന്ന് പഠിപ്പിക്കാൻ. എന്റെ നാട്ടില് ദഅ്വാ സ്ക്വാഡ് നടന്നിരുന്നു. ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ റമളാൻ മാസത്തിൽ ഖുർആനെ പരിചയപ്പെടുത്തുന്ന ഒരു ദഅ്വാ സ്ക്വാഡ്. അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ, അടുത്തടുത്താണ്, ശ്രീകൃഷ്ണപുരത്തുള്ള രണ്ട് സുഹൃത്തുക്കളാണ്. പുലാപ്പറ്റയിലാണ് അവരുടെ കച്ചവടം. അങ്ങനെ അവരുടെ റൂമിൽ, അവരുടെ ഷോപ്പിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ, ഒരാളുടെ പ്രശ്നം കല്യാണം കഴിഞ്ഞിട്ടില്ല, 46 വയസ്സായി പെണ്ണ് കിട്ടിയിട്ടില്ല. മറ്റൊരു സുഹൃത്തിന്റെ പ്രശ്നം കല്യാണം കഴിഞ്ഞ് 20 കൊല്ലമായി കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ രണ്ട് സുഹൃത്തുക്കളോടും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് വർത്താനൊക്കെ നേരത്തെ കാണുന്ന ആളുകൾ തന്നെയാണ്. സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ള പേപ്പറും ഒരു പേനയും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ള പേപ്പറും പേനയും എടുത്ത് എന്നിട്ട് മലയാളത്തില് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് എഴുതി കൊടുത്തു. നിങ്ങൾ കുറെ കാലമായില്ലേ പ്രാർത്ഥിക്കുന്നത്, ഇനി ഇതും കൂടി നിങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം ഇന്നതൊക്കെയാണ്, അതിന്റെ മഹത്വം ഇന്നതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മലയാളത്തിൽ എഴുതി കൊടുത്ത്. എന്നിട്ട് പിന്നെ ഫോൺ വിളിക്കും, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഫോണൊക്കെ വിളിക്കാറുണ്ട്. ഇതൊരു ദഅ്വാ ബന്ധത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങനെ ആ പദം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറെ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ് അൽ ഖയ്യൂമാണ്. ഇങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിനെ മാറ്റി വെച്ചുകൊണ്ടാണ് ആയത്തുൽ കുർസി കടന്നുറങ്ങുമ്പോൾ ഓതുന്ന മുസ്ലിം സമുദായം മരിച്ചു കിടക്കുന്ന ഖബറിലെ ആളുകളോട് പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. ആലോചിച്ച് നോക്കി, ആയത്തുൽ കുർസി ഓതിയിട്ട് രാത്രി കിടക്കുക, എന്നിട്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ ദർഗകളിലൊക്കെ പോവുക.
എന്നിട്ട് മരിച്ചു കിടക്കുന്ന ഒരു ഉത്തരവും നൽകാൻ കഴിയാത്ത മരിച്ചു കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുക. എന്ത് വിരോധാഭാസമാണ് ഈ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുക. മലപ്പുറം ജില്ലയിൽ സ്വലാത്ത് നഗറുണ്ട്. ആ സ്വലാത്ത് നഗർ പലപ്പോഴും അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. റസൂലേ, ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പൊറുക്കണേ തങ്ങളെ, പുറത്തു തരണേ തങ്ങളെ. അതിന്റെ വീഡിയോ ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കാം. വേറൊരു കേസുണ്ട്. ആള് ചെറിയ മാനസികമായ രോഗമുള്ള ആൾ, നാട്ടുകാരന്റെ പറയുന്ന ആളാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച്, CM മടവൂരിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ, പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞത് മുദബ്ബിറുൽ ആലം എന്നാണ് പറഞ്ഞത്. എന്താ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ? ലോകത്തെ നിയന്ത്രിക്കുന്ന ആള്. മുദബ്ബിറുൽ ആലം ആരാ? മരിച്ചുപോയ ഒരാള്, അസുഖങ്ങൾ പലതൊക്കെ ഉണ്ടായിട്ട് മരിച്ചുപോയ മാനസിക രോഗി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഒരു സംഘടനയുടെ നേതാവ് തന്നെ പറയാ മുദബ്ബിറുൽ ആലമാണ്, ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്താണ് നമ്മുടെ ആളുകൾക്ക് പറ്റിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും മൗലൂദുകളിലെ വരികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അറ്റമില്ലാ തെറ്റുകൾ ചെയ്തു പോയി തങ്ങളെ, അങ്ങയോടൻ വേദന ചൊല്ലിടുന്നു തിങ്കളെ. അള്ളാഹുവിന്റെ റസൂല് വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റസൂലെ, പുറത്തു തരണേ. എന്നാ അള്ളാഹ് പഠിപ്പിച്ചെന്താ? എന്നെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, ഒരു പടപ്പിനെയും നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പരാതികൾ പറയാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയത്തുൽ കുർസി നാം പഠിക്കേണ്ട വണ്ണം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് സ്ഥാനം ഉണ്ടാവും. നമ്മളിപ്പോൾ അള്ളാഹുവിനെ ചെറുതാക്കുകയാണ്. കണ്ട ദർഗകളിലും മഖബറുകളിലും പോയി പുണ്യം എടുക്കുന്ന, ബർക്കത്തെടുക്കുന്ന ആളുകൾ അള്ളാഹുവിനെയാണ് ചെറുതാക്കുന്നത്. ഖബറിൽ നമ്മെപ്പോലെ സാധാരണക്കാരായി ജീവിച്ച് മരിച്ചുപോയ ആളുകളെ വലുതാക്കുകയും ചെയ്യുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹയ്യു അൽ ഖയ്യൂമാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സിനത്ത് പിടികൂടുകയില്ല. എന്താ സിനത്ത് എന്ന് പറഞ്ഞാൽ? സിനത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ മയക്കമാണ്, ഉറക്കല്ല, മയക്കമാണ്. ലാ തഅഖുദുഹു സിനത്തുൻ, ആദ്യം സിനത്ത്, അവനെ മയക്കം പോലും പിടികൂടുകയില്ല. വലാ നൗമൻ, ഉറക്കവും അവനെ ബാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളൊക്കെ ചിലപ്പോ വണ്ടി ഓടിക്കുമ്പോ ചില സന്ദർഭങ്ങളിൽ ആക്സിഡന്റ് ആയി. എന്താ സംഭവിച്ച? ഡ്രൈവർ ഉറങ്ങിപ്പോയി, ചെറിയ മയക്കം. ചില ആൾക്കാർ പറയും, ഞാൻ ഉറങ്ങിയിട്ടില്ല, പക്ഷെ എനിക്കൊരു മയക്കം കിട്ടി, ആ മയക്കം തന്നെ മതി, എനിക്ക് ശരീരത്തിൽ ഒരു ഊർജം കിട്ടുമെന്നാണ്. മനുഷ്യന്മാരുടെ അവസ്ഥ ഇതാണ്. അവന് സിനത്തുമുണ്ട്, നൗമുമുണ്ട്, ഉറക്കവുമുണ്ട്, മയക്കവുമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സിനത്തുമില്ല, അവന് നൗമുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയാറുണ്ട്, ഹദീസ് ഒന്നുമല്ല. ആ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആളുകൾ വന്ന് ചോദിച്ചു, ഇസ്രായേലിന് വന്ന് ചോദിച്ചു, അല്ല അള്ളാഹു ഉറങ്ങുന്നില്ലേ ചോദിച്ചു. അപ്പൊ മൂസാ നബി അവരോട് പറഞ്ഞത്ര, ഇത്തഖുല്ലാ, എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ വിളിച്ചുകൊണ്ട് കൽപ്പിക്കണം. മൂസാ നബിയോട് പറയാണ്, മൂസാ, ആ ചോദ്യത്തിന് ഒരു മറുപടി നീ അവർക്ക് നൽകണം, അതൊരു പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, 2 സ്ഫടികങ്ങൾ 2 കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു, കുറെ സമയം നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെറിയ മയക്കം വന്നപ്പോ കയ്യിൽ നിന്ന് സ്ഫടികം നിലത്തേക്ക് വീണു. ആ മയക്കം കുറച്ചുകൂടി ശക്തമായപ്പോൾ, ഉറക്കമായി മാറിയപ്പോൾ മറ്റേ കയ്യിലുള്ള സ്ഫടികം ഗ്ലാസ് നിലത്ത് വീണ് ഉടഞ്ഞു. എന്നിട്ട് മൂസാ നബിയോട് പറയാൻ പറഞ്ഞത്രേ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പമൊന്ന് മയങ്ങിയാൽ ഈ പ്രപഞ്ചം താറുമാറായി പോകുമെന്നാ പറയാൻ വേണ്ടി പറഞ്ഞു.
ഇതാണ് ആയത്തുൽ കുർസി. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. അവന് ഉറക്കവും പിടികൂടുകയില്ല, അവന് മയക്കവും പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളുടെ എല്ലാറ്റിന്റെയും അധികാരം, ആധിപത്യം അവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ചില ഭാഗങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മുമ്പോട്ട് പോകുവാനും ആയത്തുൽ കുർസിയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. 2-3 കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ചില നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഹജ്ജിന് നമ്മുടെ പ്രദേശത്ത് നിന്നൊക്കെ പല ആളുകളും പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിച്ച് നമ്മിലേക്ക് തന്നെ മടങ്ങിയെത്തുവാൻ അവർക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ പ്രത്യേകം ഹജ്ജിന് പോകുന്ന ഒരാൾ, ഒരു വനിത പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് വളരെ പ്രയാസത്തിലാണ്. 16-ാം തീയതിയാണ് പോവേണ്ടത്. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ഹജ്ജ് ലക്ഷ്യം പൂർത്തിയാക്കുവാൻ എത്രയും പെട്ടെന്ന് ശിഫ നൽകി ഹജ്ജ് നിർവഹിച്ച് നമ്മിലേക്ക് മടങ്ങിയെത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ മറ്റൊരു സംഗതി, ഞായറാഴ്ച മെയ് 4-ാം തീയതി ഞായറാഴ്ച നീറ്റ് പരീക്ഷ നടക്കുകയാണ്. ഒരുപാട് പല ആളുകളും പല വിദ്യാർത്ഥികളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ തന്നെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. എൻ്റെ മോനും നീറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. പല ഭാഗത്തും പല മേഖല പല കുട്ടികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ടീൻ ഇന്ത്യ പ്രോഗ്രാം നടക്കുന്നുണ്ട്. 12, 13, 14 മെയ് മാസം 3 ദിവസത്തെ പരിപാടിയാണ്. 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അതിൽ പങ്കെടുക്കേണ്ടത്. മോഡൽ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ കുട്ടികളെയൊക്കെ ധാർമ്മിക ശിക്ഷണ മേഖലകളിലേക്ക് നാം ബോധപൂർവം പറഞ്ഞയക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, പുതിയ തലമുറയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു സാഹചര്യത്തിലേക്ക്, ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അതിനുവേണ്ടിയാണ് പ്രാദേശിക തലത്തിൽ 3 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ. ബുധനാഴ്ച 3-ാമത്തെ ദിവസം ടൂറോടുകൂടിയാണ് ഈ ക്യാമ്പ് അവസാനിക്കുക. നല്ല പരിപാടിയാണ്. വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട്. പ്രഗത്ഭരായ ആളുകൾ വ്യത്യസ്തമായ സെഷനുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പരിപാടിയിൽ ഈ പറഞ്ഞ 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും പ്രത്യേകം പങ്കെടുപ്പിക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ശാരീരിക പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി പോയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി
ഇപ്പോഴും യുദ്ധരംഗത്ത് നിലകൊള്ളുന്ന ഖസ്സാം പോരാളികൾക്ക്, ഹമാസിന്റെ പോരാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യവും ധൈര്യവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.